ഹായ് അസ്സലാമു അലൈക്കും. നമുക്കിന്ന് വറവിനായിട്ട് ഒന്നും ഉണ്ടാക്കാനില്ല. നമ്മൾ നേരെ പോകുന്നത് അയൽവാസിൻ്റെ വീട്ടിലേക്കാണ്. ഇവിടുന്ന് കുറച്ച് പപ്പായ പറിക്കാനുണ്ട്. അങ്ങനെ നമ്മൾ പപ്പായൊക്കെ പറിച്ച് നേരെ നമ്മളിതാ വീട്ടിലേക്ക് പോകാൻ പപ്പായ നന്നായി കഴുകി മുറിച്ച് ഒരു വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് കഴുകി ഊറ്റി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വറവാക്കാനായി ചെറിയുള്ളി മുറിച്ചത്, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് എല്ലാം ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി വേണം, അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം നേരത്തെ കഴുകി വെച്ച പപ്പായും കൂടി ഇതിലേക്ക് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണേ. എന്നിട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിത് അടച്ച് ഒരു 10 മിനിറ്റെങ്കിലും നമുക്കിതൊന്ന് വേവിച്ചെടുക്കണേ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് സൂപ്പർ ടേസ്റ്റാണ്. അങ്ങനെ പപ്പായൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ പപ്പായൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. എനിക്ക് കുറച്ച് വെള്ളം വറ്റുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് ഒരു 4-5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണേ. ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കാനായിട്ട്. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.